നമസ്കാരം. RVS മാത്സ് അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഐഗൻ വെക്ടർ 3x3 മെട്രിക്സിനെ ഫൈൻഡ് ചെയ്തു. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് അതിന്റെ ബാക്കി പ്രോബ്ലം ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നു നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്തുവാണ്? നമുക്ക് മെട്രിക്സിനകത്ത് ലാൻഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം എല്ലാ റോയും സെയിം ആയിട്ട് വരുന്നു. അപ്പോൾ എല്ലാ റോയും സെയിം ആയിട്ട് വരുമ്പോൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? അതേപോലെ നമ്മൾ വേറൊരു കേസും കൂടെയാണ് ലാൻഡ റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന കേസ്. ലാൻഡയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 2 3 ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആൻസർ എങ്കിൽ ഇപ്രാവശ്യം റിപ്പീറ്റിംഗ് വാല്യൂ വരും എ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 1 1 1 എന്ന ആൻസർ വന്നാൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. Next question. Find eigenvalue and eigenvector of A equal to 2 2 1 1 3 1 1 2 2. 3x3 matrix ആണ്. eigenvalue ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം. ആദ്യം എന്താ എഴുതേണ്ടത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് ഈ പ്രോബ്ലത്തിന് എന്തോ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഈ വീഡിയോയിൽ വരുന്ന ഓരോ പ്രോബ്ലവും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. കാരണം ഓരോ പ്രോബ്ലത്തിനകത്തും ഞാൻ എന്തൊക്കെ ഡിഫറൻസ് ആണ് ഐഗൻ വാല്യൂ ഐഗൻ വെക്ടർ ചെയ്യുമ്പോൾ വരുന്നത്, ആ കാര്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ പ്ലസ് S2 ലാംഡ മൈനസ് S3 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം നമുക്ക് S1 S2 S3 ഫൈൻഡ് ചെയ്യണ്ടേ? ഞാൻ വീണ്ടും ഫോമുല എഴുതുന്നില്ല, കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫോമുല എഴുതിയതാണ്, അതുകൊണ്ടാണ് എഴുതാത്തത്. S1 is equal to 2 + 3 + 2. എന്തുവാണ്? സം ഓഫ് ദ മെയിൻ ഡയഗണൽ എലിമെൻറ്റ് 2 + 3 + 2. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യുവാണ്. 2ഉം 3ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 2 + 3 + 2 is equal to 7. ഓക്കെ, അടുത്ത S2 എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ മൈനേറ്റ്സ് ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്. അതായത് ഫസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് ആയ 2 വരുന്ന റോയും കോളവും സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുക്കുമ്പോൾ 3 1 2 2 പ്ലസ് അടുത്ത ഡയഗണൽ എലമെൻറ്റ് 3 അത് വരുന്ന റോയും കോളവും സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാർ എടുക്കുമ്പം 2 1 1 2. അടുത്ത ഡയഗണൽ എലമെൻറ്റ് 2 അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി എടുക്കുമ്പോൾ 2 2 1 3. That is equal to 3 into 2 6 minus off diagonal 2 into 1 2. Okay, plus main diagonal 2 into 2 4 minus of off diagonal 1 into 1 1 plus അടുത്ത് നോക്കിയേ 2 into 3 6 minus 1 into 2 2. That is equal to 6 minus 2 4 ആണ്, 3 plus 4 എന്ന് വരും. That is equal to 11. S3 is equal to determinant A itself. Determinant എന്ന് പറയുമ്പം 2 2 1 1 3 1 1 2 2 തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളും സ്കിപ്പ് ചെയ്തിട്ട് ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ 3 ഇൻറ്റു 2 6 മൈനസ് 2 ഇൻറ്റു 1 2. അടുത്ത ഡയഗണൽ എലമെൻറ്റ് 2 ആണ്, അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അപ്പം മൈനസ് രണ്ടാമത്തെ എലമെൻറ്റ് ഫ്രണ്ടിൽ എപ്പോഴും മൈനസ് സൈൻ ഇടണം. -2 ഇൻറ്റു ഇനി ആ 2 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളും സ്കിപ്പ് ചെയ്ത് ഡിറ്റർമിനൻ്റ് എടുക്കുമ്പം 2 - 1 എന്ന് വരും. ഓക്കെ, പ്ലസ് 1 ഇൻറ്റു അത് ഇൻക്ലൂഡഡ് ആയ റോയും കോളും കളഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 - 3 എന്ന് വരുന്നുണ്ട്. ഓക്കെ, 6 - 2 4 2 - 1 1 2 - 3 -1. സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5 എന്നാണ്. 8 - 2 - 1 is equal to 5. ഇതെല്ലാം കൊണ്ട് നമുക്ക് എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയായി മാറും? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ്. അവിടെ നമുക്ക് മാർക്ക് ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ മാർക്ക് വരണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേ വരത്തുള്ളൂ. therefore the characteristic equation is ലാംഡ ക്യൂബ് മൈനസ് S1ൻ്റെ സ്ഥാനത്ത് 7. സോ 7 ലാംഡ സ്ക്വയർ പ്ലസ് 11 ലാംഡ മൈനസ് S3യുടെ സ്ഥാനത്ത് -5 is equal to 0. എന്തിൽ സോൾവ് ചെയ്യണം? കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യണം. ഇന്ന് ഞാൻ പകൽ സമയത്ത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിലെ തുണി നനയ്ക്കുന്ന ശബ്ദം നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എങ്ങാനും നിങ്ങൾക്കത് ഞാൻ ചിലപ്പോൾ പഠിപ്പിക്കുന്ന ആ ഫ്ലോയിൽ അങ്ങ് വിട്ടുപോകും ഓഫ് ചെയ്യാനായിട്ട്. അപ്പം ഇടയ്ക്കൊന്ന് ഡിസ്റ്റർബൻസ് ആവണമെങ്കിൽ ക്ഷമിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ എന്തായാലും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടി. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമ്മുടെ ലാംഡയുടെ വാല്യൂ എന്ന് പറഞ്ഞ് ലാംഡ ഈക്വൽ ടു 5, 1, 1 എന്നാണ് കിട്ടി. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളേ. നിങ്ങൾ കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിനകത്ത് ഏതൊക്കെ കാണിക്കത്തുള്ളൂ? 5ഉം 1ഉമേ കാണിക്കത്തുള്ളൂ. നമ്മുടെ ഇക്വേഷൻ ലാംഡ ക്യൂബാണ്. അപ്പോൾ 3 ആൻസർ നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ഓർത്തോളണം. അത് രണ്ടാമത് വരുന്ന ആൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ചിലപ്പോൾ ആദ്യത്തെ ആളാണോ റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ അതിൻ്റെ ഈക്വേഷൻ സോൾവ് ചെയ്ത് ഈ വരുന്ന ആൻസർ എങ്ങനെയാണ് 1 5 എന്നാണോ 5 1 എന്നാണോ കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഐഗൻ വാല്യൂസ് കിട്ടി. therefore ഐഗൻ വാല്യൂസ് ആർ
ലാംഡ ഇസ് ഈക്വൽ ടു 5,1,1 ഐഗൺ വാല്യൂ കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി എന്താ നമുക്ക് വേണ്ട? ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ടു ഫൈൻഡ് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും എന്താ എഴുതുക? ടു ഫൈൻഡ് ഐഗൺ വെക്ടർ നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ അത് ഞാൻ വെറുതെ എഴുതുന്നതല്ല, പരീക്ഷയ്ക്കത് എഴുതണേ. മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് ചില സമയത്ത് കീഴിൽ ഈ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഒരു മാർക്ക് ഇവിടെ ഇട്ടേക്കാം, അങ്ങനത്തെ രീതിയിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്പ് എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നത്, അത് എഴുതണം എന്നുള്ള രീതിയിൽ. ഓക്കെ, ടു ഫൈൻഡ് ഐഗൺ വെക്ടർ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ 0. അപ്പോൾ നമ്മളതിന് സ്റ്റെപ്പൊന്നും എഴുതിയിട്ടില്ല, നമുക്കറിയാം ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരിക. ഈ തന്നേക്കുന്ന മെട്രിക്സിൽ ഡയഗണൽ എലമെൻറ്റിൽ മൈനസ് ലാംഡ വരുന്ന രീതിയിലാണ് ആൻസർ വരിക അല്ലേ. അപ്പോൾ തന്നേക്കുന്ന മെട്രിക്സ് 2, അത് ഡയഗണൽ എലമെൻറ്റിലെ എലമെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ 2 മൈനസ് ലാംഡ 2 1 അടുത്ത എലമെൻറ്റിൽ 3 മൈനസ് ലാംഡ. കാരണം ഡയഗണൽ എലമെൻറ്റിലെല്ലാം എന്ത് വേണം? നമുക്കൊരു മൈനസ് ലാംഡ വേണം. 3 മൈനസ് ലാംഡ 1, ദെൻ 1 2, ലാസ്റ്റ് എലമെൻറ്റ് ഡയഗണൽ എലമെൻ്റ് ആണ്, അതിന് 2 മൈനസ് ലാംഡ. ഓക്കെ, അപ്പോൾ എല്ലാ ഡയഗണൽ എലമെൻറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ലാംഡ കൊടുത്തു. ഇൻറ്റു 3/3 മെട്രിക്സ് ആയതുകൊണ്ട് എത്ര അൺനോൺസ് വേണം? x1 x2 x3 ഇസ് ഈക്വൽ ടു 0 0 0. ഓക്കെ, നമുക്ക് അടുത്തൊരു മാർക്ക് കിട്ടി. ഇത്ര എഴുതിയപ്പോൾ 3 മാർക്ക് കിട്ടിയിട്ടുണ്ട്. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു ആദ്യത്തെ, ഞാൻ എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾ, ഇപ്പോൾ 5 1 1ൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഗൺ വെക്ടറിനെ തീർന്നതിന് ശേഷം നമുക്ക് റിപ്പീറ്റിംഗ് ഐഗൺ വെക്ടറിലേക്ക് പോകാം. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രത്യേകത. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മുടെ ലാംഡയുടെ വാല്യൂ ലാംഡ 1 2 3 ആയിരുന്നു, എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരാൾ 5 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, റിപ്പീറ്റിംഗ് ഐഗൺ വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 5, ലാംഡയ്ക്ക് 5 കൊടുക്കുകയാണെങ്കിൽ ഈ മെട്രിക്സ് എങ്ങനെയായി മാറും? 2 മൈനസ് 5 എന്ന് പറഞ്ഞാൽ -3 2 1 1, 3 മൈനസ് 5 എന്ന് പറയുമ്പോൾ -2 1, ദെൻ 1 2 2 മൈനസ് 5 ഈസ് -3 ഇൻറ്റു x1 x2 x3 x1 x2 x3 ഈസ് ഈക്വൽ ടു 0 0 0. ഓക്കെ, അപ്പോൾ ലാംഡയ്ക്ക് 5 കൊടുത്തപ്പോൾ നമുക്ക് നമ്മുടെ മെട്രിക്സ് കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണേ? ഇതിനകത്ത് എല്ലാ റോയും സെയിം ആണോ ഡിഫറെൻ്റ് ആണോ നോക്കും. ഇവിടെ എല്ലാ റോയും എന്താണ്? ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 റോ ചൂസ് ചെയ്യാം. ഓൾ റോസ് ആർ ഡിഫറെൻറ്റ്, അങ്ങനെയൊക്കെ എഴുതണോ? ഓൾ റോസ് ആർ ഡിഫറെൻ്റ് എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ടല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയണം. അപ്പോൾ ഞാൻ ഇവിടെ ഏതൊക്കെ 2 റോയെ ചൂസ് ചെയ്യണേ? നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡും ചൂസ് ചെയ്യാം, ഫസ്റ്റും ലാസ്റ്റും ചൂസ് ചെയ്യാം, സെക്കൻഡും ലാസ്റ്റും ചൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഫസ്റ്റും സെക്കൻഡും ചൂസ് ചെയ്യട്ടെ. 3 ഉണ്ട്, ഞാൻ സാധാരണ 3 വരുന്ന വലിയ വാല്യൂ വരാതെ ചെറിയ വാല്യൂ വരുന്നതായിരിക്കും എടുക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് എടുത്താൽ അവിടെ ഒരു 3 വരുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റും ലാസ്റ്റ് എടുക്കുവാണ്. ചൂസ് 1 and 2, ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് റോ ഞാൻ ചൂസ് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ചൂസ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരും? x1 x2 x3. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. x1 x2 x3 എന്ന് പറഞ്ഞിട്ട് ഈ റോകൾ എടുത്ത് എഴുതുന്ന പണി അതവിടെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ ആദ്യമായിട്ട് പറഞ്ഞിരുന്നുകൊണ്ടാണ് എല്ലാ സ്റ്റെപ്പും എഴുതുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചെയ്യുമ്പം ഈ 2 റോ ഇങ്ങനെ മറച്ചു വെച്ചിരുന്നാൽ പോരെ, x1 x2 x3 ഇവിടെ മാർക്ക് ചെയ്താൽ പോരെ, എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം എഴുതിയാലും മതി. അപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടും. ഒരുപാട് സമയം നമുക്ക് പോകത്തില്ല. കാരണം നമുക്ക് ഫസ്റ്റ് സെം എന്ന് പറയുന്ന എല്ലാ ചാപ്റ്ററിലും പ്രോബ്ലംസ് കുറച്ച് ലെങ്തി പ്രോബ്ലംസാണ് വരുന്നത്. സെക്കൻഡ് നിങ്ങളുടെ ലാസ്റ്റ് മോഡ്യൂളും ആൻസർ എല്ലാം കുറച്ച് ലെങ്തിയാണ്. പിന്നെ അതുപോലെ തേർഡ് മോഡ്യൂളിൽ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ വരുമ്പോൾ അവിടെയും കുറച്ച് ലെങ്തി പ്രോബ്ലംസ് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം സ്റ്റെപ്പ് കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ x1 x2 x3 ഈ 2 റോയാണ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ എന്ത് ചെയ്താലും മതി. ഓക്കെ, എന്ത് ചെയ്താലും മതി, നിങ്ങൾ ഈ സംഭവം x1 x2 x3 എന്ന് പറഞ്ഞിട്ട് ഈ 2 റോ എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്താലും മതി. അപ്പോൾ ഇനി നമുക്കിത് സോൾവ് ചെയ്യട്ടെ. x1 എന്ന് പറയുന്ന കോളം മറച്ച് വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ ഡിറ്റർമിനൻറ്റ് വാല്യൂ, അപ്പോൾ അവിടെയും ഡിറ്റർമിനൻറ്റ് ഇവിടെ എഴുതണമെന്ന് നിർബന്ധമില്ല. 2 × 1 2 -2 × 1 +2 ആ സ്റ്റെപ്പ് ഇവിടെ എഴുതിയാലും മതി. പക്ഷേ നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ എഴുതി പഠിക്കുമ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് കുറച്ച് തന്നെ നോക്കിക്കോളൂ. ഇഫ് x1 പോയി ബാക്കി ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കണ്ടുപിടി നിങ്ങൾക്ക്. 2 × 1 2 -2 × 1 എന്ന് പറയുമ്പം അത് +2 ആണെന്നുള്ള രീതിയിൽ. അടുത്ത് നോക്കിക്കേ, അടുത്ത വാല്യൂവിൻ്റെ പേരിൽ നമ്മൾ എപ്പോഴും എന്ത് എഴുതും? -x2 എഴുതും. സോ -x2/x2 വരുന്ന കോളം നമ്മളങ്ങ് മറച്ചു വെച്ചു. ബാക്കി ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുക്കുമ്പോഴേക്കും എങ്ങനെയാണ് വരേണ്ടത്? -3 1 1 1 ഇസ് ഈക്വൽ ടു x3 ആ x3 വരുന്ന കോളം മറച്ചു വെച്ചിട്ട് ബാക്കി ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുക്കുമ്പോൾ -3 2 1 -2.
minus 3, 2, 1, minus 2. Okay, that is equal to x1 by main diagonal multiply by 2 into 1, 2, minus of minus 2 into 1, minus 2 ആണ്. അപ്പോൾ ഇത് പ്ലസ് 2 എന്ന് വരും. is equal to minus x2 by minus 3 into 1, minus 3 minus of 1 into 1, 1 ആണ്. is equal to x3 by minus 2 into minus 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. minus 1 into 2, 2. Okay, that is x1 by 4 is equal to x2 by minus 4 ആവരണം. ഈ മുകളിലത്തെ മൈനസും താഴത്തെ മൈനസും കൂടി ചേർന്നാണ് x2 by 4 ആവുന്നത്. is equal to x3 by 4. നോക്കി, ഐഗൺ വെക്ടറിൽ എപ്പോഴും കോമൺ ഫാക്ടർ 1 ആയിരിക്കണം. പക്ഷേ ഇവിടെ കോമൺ ഫാക്ടർ 1 ആണോ? 4, 4, 4 എന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? 4 കോമൺ ആയിട്ട് എടുത്ത് കഴിയുമ്പോഴേക്കും x1 by 1 is equal to x2 by 1 is equal to x3 by 1 എന്ന് വരുന്നുണ്ട്. therefore the eigenvector capital X1 is equal to എന്തെന്ന് നമുക്ക് കിട്ടി? 1, 1, 1 എന്ന് കിട്ടി. ഫസ്റ്റ് ഐഗൺ വെക്ടർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യണം. രണ്ടാമത്തെ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യേണ്ട വാല്യൂ എന്തുവാ? ഇവിടെ ലാംഡ ഈക്വൽ ടു 1 ആവുള്ളത്. അപ്പോൾ അത് ഞാനിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണേ. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 1, അപ്പോൾ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 1, ലാംഡയ്ക്ക് 1 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മെട്രിക്സ് എന്ന് പറയുന്നത് നോക്കിക്കോളൂ. 2 minus 1 എന്ന് പറയുമ്പോൾ 1, 2, 1 വരും. അടുത്ത് 1, 2, 1, അഗെയിൻ 1, 2, 1. അതായത് ലാംഡയ്ക്ക് ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ എല്ലാ സ്ഥലത്തും 1 പോയി കഴിയുമ്പം 1, 2, 1, 1, 2, 1, 1, 2, 1 എന്നാണ് എല്ലാ റോയും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പുറത്ത് നോക്കുന്നില്ല, എഴുതുവാണ് 1, 2, 1, 1, 2, 1, 1, 2, 1. ഓക്കെ, ആ ലാംഡയ്ക്ക് ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ആ മെട്രിക്സ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇൻറ്റു നമ്മുടെ അൺനോൺസ് എന്തൊക്കെയാണ്? x1, x2, x3. x1, x2, x3 is equal to 0, 0, 0. നമ്മുടെ മെട്രിക്സ് എഴുതി കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ നോക്കേണ്ടത്? എല്ലാ റോയും സെയിം ആണോ ഡിഫറെൻ്റ് ആണോ? എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 റോയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും എല്ലാ റോയും എന്തുവാണ്? സെയിം ആണ്. ഇതുവരെ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലം വന്നില്ല. ഓൾ റോസ് ആർ സെയിം. ഓൾ റോസ് ആർ സെയിം. എല്ലാ റോയും സെയിം ആവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇനി ഡിഫറെൻ്റ് ആയിട്ട് ഇക്വേഷൻ ചൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആകെ ഒരു ഇക്വേഷനല്ലേ ഉള്ളൂ, ഇവിടെ എല്ലാം സെയിം അല്ലേ. ആ ഒരു ഇക്വേഷൻ നമ്മൾ എടുത്ത് ചെയ്ത് 1 ഇൻറ്റു x1 റോ ഇൻറ്റു കോളം എന്നുള്ള ഫോമിൽ. അപ്പോൾ 1 ഇൻറ്റു x1 x1 പ്ലസ് 2 x2 പ്ലസ് x3 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്കൊരു ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ x1, x2, x3 ഉള്ളിടത്ത് എങ്ങനെ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വേരിയബിളിന് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. x1, x2, x3യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യും? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഞാൻ ആദ്യം x3ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പുട്ട് x3 is equal to 0. x1 വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കേട്ടോ. x3ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായി മാറും? x1 പ്ലസ് 2x2 is equal to 0 എന്നായി മാറും. that is x1 is equal to 2x2 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 2x2. നമ്മൾ 2/2 മെട്രിക്സിൽ ചെയ്ത ഓർമ്മയില്ലേ? ഐഗൺ വെക്ടർ ഇതുപോലെ 2 വേരിയബിൾ വരുമ്പോൾ കോയിഫിഷ്യൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. x1ൻ്റെ താഴേക്ക് ഈ -2 കൊണ്ടുവന്നു, x2ൻ്റെ താഴേക്ക് x1ൻ്റെ കോയിഫിഷ്യൻ 1നെ കൊണ്ടുവന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കോയിഫിഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമുക്കിത് ആൻസർ കിട്ടി. therefore the eigenvector x2 is equal to നമ്മൾ എന്താ x1ൻ്റെ താഴെയുള്ള വാല്യൂ -2 ആദ്യം എഴുതി. അടുത്ത x2ൻ്റെ താഴെയുള്ള 1 രണ്ടാം തീയതി. x3 ഈക്വൽ ടു ഞാൻ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? 0. സോ -2, 1, 0 എന്നാണ് എനിക്ക് x2 കിട്ടിയത്. നമ്മുടെ ഐഗൺ വെക്ടർ കിട്ടി. അപ്പം ലാംഡ ഈക്വൽ ടു 1 കൊടുത്തപ്പം എനിക്ക് എല്ലാ ഇക്വേഷനും സെയിം ആയിട്ട് വന്നു. സെയിം ആയിട്ട് വന്നത് കാരണം ഞാൻ ഒരാൾക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കി 2 വേരിയബിളും ഫൈൻഡ് ചെയ്തു. അതാണ് എൻ്റെ ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അടുത്ത ഐഗൺ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ അടുത്ത ഐഗൺ വാല്യൂ എന്തുമായിരുന്നു? നിങ്ങളുടെ നേരത്തെ ഐഗൺ വാല്യൂ എന്ന് പറയുന്ന ലാംഡ ഈക്വൽ ടു 5, 1 നമ്മളിപ്പോൾ കൊടുത്തു. ഇനിയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് ഈ 1 റിപ്പീറ്റിംഗ് ആണ്. അതായത് ഇനി ലാംഡ ഒരിക്കൽ കൂടെ 1 കൊടുത്താലും നമുക്ക് കിട്ടാൻ പോകുന്ന എന്ത് തന്നെയാണ്? ഈ മെട്രിക്സേ കിട്ടത്തുള്ളൂ. ഇവിടെ ഡിഫറെൻറ്റ് ഇക്വേഷൻ ആയിരുന്നെങ്കിൽ എനിക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ച് ഒരു ആൻസറേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് സെയിം ആയത് കാരണം ലാംഡ റിപ്പീറ്റിംഗ്, ശ്രദ്ധിച്ചോളൂ, ഇതൊരു കണ്ടീഷനാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് കഴിഞ്ഞ പ്രോബ്ലം ഡിഫറെൻ്റ് ആയത് കാരണം അവിടെ പ്രശ്നമേ ഉന്നില്ല. പക്ഷേ ലാംഡ റിപ്പീറ്റിംഗ് ആവുകയും ലാംഡയുടെ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നതിനകത്ത് എല്ലാ ഇക്വേഷനും സെയിം ആവുകയും ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാം. അതേപോലെ അടുത്ത ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? പുട്ട് x3 0 കൊടുത്ത പോലെ x2ന് 0 കൊടുത്താൽ മതി. x2ന് 0 കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ എങ്ങനെയായി മാറും? x1
plus x3 is equal to 0. That is x1 is equal to x3 അപ്പുറത്തേക്ക് പോകുമ്പം മൈനസ് x3 എന്ന് വരും. കോയിഫിഷ്യൻസിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം x1 ബൈ x3യുടെ കോയിഫിഷ്യൻറ്റ് x1ൻ്റെ താഴേക്ക് വന്നു, x3 ബൈ x1ൻ്റെ കോയിഫിഷ്യൻറ്റ് x3യുടെ താഴേക്ക് വന്നു. ഓക്കെ, therefore ഐഗൺ വെക്റ്റർ ക്യാപിറ്റൽ x3 is equal to, നോക്കിക്കേ, ആദ്യത്തെ x1ൻ്റെ താഴെയുള്ള ആളാണ് ഫസ്റ്റ് വാല്യൂ. x2 is equal to നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, x3 is equal to 1. ഓക്കെ, അപ്പം നമ്മളിപ്പം രണ്ട് കാര്യം ഇന്ന് പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന്, ഐഗൺ വെക്റ്റർ ഡിഫറെൻ്റ് ആയിരിക്കും, ഐഗൺ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ മെട്രിക്സിൽ ഐഗൺ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ റോയും ഡിഫറെൻ്റ് ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, അതാണ് ആദ്യത്തെ കണ്ടീഷൻ. അല്ല, നമ്മുടെ ഐഗൺ വാല്യൂ ഡിഫറെൻറ്റോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ വാല്യൂവും സെയിം ആയി പോവുകയാണെങ്കിൽ, എല്ലാ റോയും സെയിം ആവുകയാണെങ്കിൽ ആ ഇക്വേഷൻ എടുത്തിട്ട് ഏതെങ്കിലും ഒരു വാല്യൂവിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കി x1 x2 ഫൈൻഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഐഗൺ വെക്റ്റർ ഫൈൻഡ് ചെയ്യാം. അതേപോലെ അതേ കേസ് തന്നെ ലാംഡ റിപ്പീറ്റിംഗ് ആവുകയില്ല. ഐഗൺ വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അടുത്ത ഐഗൺ വെക്റ്റർ ഫൈൻഡ് ചെയ്യാൻ അടുത്ത വേരിയബിളിന് 0 കൊടുത്താൽ മതി. സപ്പോസ് ഇവിടെ ലാംഡ ഈക്വൽ ടു 1 1 1 എന്നാണ് കിട്ടിയിരുന്നെങ്കിൽ ആദ്യത്തെ 1 കൊടുക്കുമ്പോൾ കിട്ടുന്നത് ഈ ഐഗൺ വെക്റ്റർ. അടുത്ത x2ന് 0 കൊടുത്ത് കണ്ടുപിടിക്കും, x3ക്ക് 0 കൊടുത്ത് വീണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് തോന്നുന്നുണ്ടാവും, ടീച്ചർ ലാംഡ ഈക്വൽ ടു 1,1 വന്നപ്പോൾ ഈ 3 ഇക്വേഷന് ഡിഫറെൻ്റ് ആയിരുന്നെങ്കിലോ, ഈ 3 ഇക്വേഷന് ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഏത് 2 റോ എടുത്ത് സോൾവ് ചെയ്താൽ ഒരേ ആൻസറേ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരേ ഒരു ഐഗൺ വെക്ടറെ ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ 3 ഐഗൺ വെക്ടർ കിട്ടത്തില്ല ഫോർ ഡിഫറെൻറ്റ് റോസ്. ഫോർ സെയിം റോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്നായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, ഓരോ ഐഗൺ വെക്ടറായിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഫൈൻഡ് ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്റ്റർ ഓഫ് എ ഇസ് ഈക്വൽ ടു 6 - 6 5 14 - 13 10 7 - 6 4. നമ്മൾ ആദ്യം ചെയ്ത രണ്ട് മെട്രിക്സ് എങ്ങനത്തെയാണ്? ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഐഗൺ വാല്യൂ ഡിഫറെൻ്റ് ആയിരുന്നു. സെക്കൻഡ് മെട്രിക്സിനകത്ത് ഐഗൺ വാല്യൂ റിപ്പീറ്റിംഗ് ആയിട്ട് വന്നു, പക്ഷേ അവിടെ 2 വാല്യൂ റിപ്പീറ്റിംഗ് ആയിട്ട് വന്നുള്ളൂ. ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. ഞാൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി കേട്ടോ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനൻറ്റ് a - lambda equal to 0, that is lambda cube minus s1 lambda square plus s2 lambda minus s3 is equal to 0, where s1 is equal to sum of main diagonal element. s1 is equal to 6 minus 13 plus 4, which is equal to നമുക്ക് -3 എന്ന ആൻസർ കിട്ടുന്നത്. x2 is equal to sum of the minors of main diagonal element. 6 വരുന്ന റോയും കോളും സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുക്കുമ്പോൾ -13 × 4 എന്ന് പറഞ്ഞാൽ -52, മൈനസ് ഓഫ് 6 × 10 എന്ന് പറഞ്ഞാൽ -60 ആണ്. അപ്പോൾ ഈ മൈനസ് കൂടി ചേർന്ന് +16 ആവും. അടുത്ത വാല്യൂ എന്താ? അടുത്തത് -13 ആണ്. അത് വരുന്ന റോയും കോളും സ്കിപ്പ് ചെയ്തിട്ട് ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ 6 × 4 24 - 7 × 5 35. ഓക്കെ, പ്ലസ് അടുത്ത ലാസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് 4 ആണ്. അപ്പോൾ അത് വരുന്ന റോയും കോളും സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഈ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ മൈനേഴ്സാണ് എടുക്കുന്നത്. അപ്പം 6 × 13 -78 മൈനസ് ഓഫ് 14 × -6 84 വരും, -84 വരും. ഈ മൈനസും കൂടി ചേർന്ന് +84 വരുന്നുണ്ട്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് x2ൻ്റെ ആൻസർ കിട്ടുന്നത് 3 എന്നാണ് കിട്ടുന്നത്. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിക്കോളും. x3 is equal to ഞാൻ ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യണം. ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യുമ്പം 6 - 6 5 14 - 13 10 7 - 6 4 is equal to ഫസ്റ്റ് റോയ്ക്കാണ് ഫൈൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ 6 × -13 × 4 -52 +60 എന്ന് വരും. അടുത്ത എലമെൻറ്റ് ഫ്രണ്ട് എപ്പോഴും മൈനസ് സൈൻ വേണം. ഇവിടെ അടുത്ത എലമെൻറ്റിൽ മൈനസും കൂടെ ഉള്ളത് കാരണം ഇത് +6 എന്നാവും. ഇൻറ്റു അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും പോയിട്ട് 14 × 4 -14 × 4 -7 × 10, so 70. അടുത്ത എലമെൻറ്റ് എന്താ? +5 ഇൻറ്റു അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള +5 ഇൻറ്റു അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും പോയിട്ട് നമ്മൾ 14 × -6 എന്ന് പറയുമ്പോഴേക്കും -30 -84 നേരത്തെ നമ്മൾ ചെയ്തല്ലേ. അപ്പോൾ -84 +91 മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ +91 വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് -1 എന്നാണ് വരുന്നത്. അതിനെക്കൊണ്ട് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ λ³ മൈനസ് s1 λ സ്ക്വയർ, അപ്പോൾ അത് -3 ഈ മൈനസും കൂടെയാണ്, +3 λ² +3 λ -1 ഇവിടുത്തെ മൈനസും കൂടെ അത് +1 is equal to 0 എന്നാവും. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്തു. λ -1 ദ ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷനാണ്. സോ ഇത് λ is equal to 1,1,1 എന്ന് കിട്ടി. therefore the eigenvalues are λ equal to 1,1,1 എന്ന ആൻസർ കിട്ടി. നമ്മുടെ ആദ്യത്തെ 2 മാർക്ക് നമുക്കിവിടെ കിട്ടി. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നില്ല അല്ലേ. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ലാംഡയുടെ ഈ വാല്യൂ കിട്ടിയപ്പം എല്ലാ വാല്യൂ എന്തുമാണ്? റിപ്പീറ്റിംഗ് ആണ്.
റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. നമുക്കിനി എങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ വരേണ്ടത് നോക്കാം. മെട്രിക്സ് നമുക്ക് എഴുതിയിട്ടില്ല, ഐഗൺ വെക്ടറല്ലേ അടുത്ത് ഇനി ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയാൽ ടു ഫൈൻഡ് ഐഗൺ വെക്ടർ നമ്മുടെ ഫോമിൽ എന്തുവാണ് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാനായിട്ട്? മെട്രിക്സ് A മൈനസ് ലാംഡ I ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ മെട്രിക്സിനകത്ത് ഡയഗണലി മൈനസ് ലാംഡ കൊടുക്കണം. അപ്പം 6 മൈനസ് ലാംഡ മൈനസ് 6 5 14 മൈനസ് 13 മൈനസ് ലാംഡ 10 7 minus 6 4 minus lambda into x1 x2 x3 is equal to 0 0 0. ഇനി നമുക്ക് ലാംഡയ്ക്ക് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ആകെ ഒരു വാല്യൂ ഉള്ളൂ. വെൻ ലാംഡ ഈക്വൽ ടു 1, ലാംഡയ്ക്ക് 1 കൊടുക്കുമ്പം നമ്മളെങ്ങനെയാണ് വരുന്നത്? ഇവിടെ മെട്രിക്സ് എന്ന് പറയുന്നത് 6 മൈനസ് 1 5 മൈനസ് 6 5. അടുത്ത് നോക്കിയേ 14. ഓക്കെ, ലാംഡ ഈസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ ഇതിപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയേ, ലാംഡ പ്ലസ് 1 ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ലാംഡ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലാംഡ ഈക്വൽ ടു -1 -1 -1 എന്നാണ് വരുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ലാംഡ ഈക്വൽ ടു -1 കൊടുക്കുമ്പം 6 മൈനസ് ഓഫ് -1 ആദ്യത്തത് 7 എന്നാണ് വരുന്നത്. അപ്പോൾ 7 മൈനസ് 6 5. അടുത്തത് 14 മൈനസ് 13 പ്ലസ് 1 വരുമ്പോഴേക്കും അത് -12 ആവുന്നുണ്ട് 10. ദെൻ 7 മൈനസ് 6 4 മൈനസ് ഓഫ് -1 4 പ്ലസ് 1 ദറ്റ് ഇസ് 5 ഇൻറ്റു x1 x2 x3. x1 x2 x3 is equal to 0 0 0. ലാംഡ ഇവിടെ റിപ്പീറ്റിംഗ് ആണ്. ആദ്യത്തെ ലാംഡ കൊടുത്തപ്പോൾ കിട്ടിയ മെട്രിക്സ് ആണിത്. ഈ മെട്രിക്സ് നോക്കിക്കുക, എല്ലാ റോയും സെയിം ആണോ? ഫസ്റ്റ് റോ 7 മൈനസ് 6 5. അതിൻ്റെ അടുത്ത റോ 14 മൈനസ് 12 10 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റോയിൽ 2 മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതല്ലേ. അതായത് ഇവിടുന്ന് 2 കോമൺ ആയിട്ട് എടുത്ത് എന്ത് തന്നെ വരും? 7 മൈനസ് 6 5 തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടത്തില്ലേ? ആണോ നിങ്ങളെ? അപ്പം അതിൻ്റെ അടുത്ത റോയും 7 മൈനസ് 6 5 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഈ 3 റോയും സെയിം ആണെന്ന് മനസ്സിലായില്ലേ? ഓൾ റോസ് ആർ സെയിം. എല്ലാ റോയും ഓൾ റോസ് ആർ സെയിം. ഓക്കെ, എല്ലാ റോയും സെയിം ആണ്. അപ്പോൾ എല്ലാ റോയും സെയിം ആയത് കാരണം നമുക്കൊരു ഇക്വേഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഇക്വേഷൻ എന്താണ്? 7x1 മൈനസ് 6x2 പ്ലസ് 5x3 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ എടുത്തെഴുതി. ആദ്യത്തെ ഐഗൺ വെക്ടർ എങ്ങനെ ഫൈൻഡ് ചെയ്യും? തൊട്ട് മുന്നേ നമ്മളിപ്പോൾ ചെയ്ത പോലെ പുട്ട് x3 ഈസ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. x3 0 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ ഇക്വേഷൻ എങ്ങനെയായി? 7x1 മൈനസ് 6x2 ഈസ് ഈക്വൽ ടു 0 എന്നായി മാറി. ദറ്റ് ഈസ് 7x1 ഇസ് ഈക്വൽ ടു 6x2 എന്ന് എഴുതാം. കോയിഫിഷ്യൻറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതെങ്ങനെ വരും? x1ൻ്റെ താഴേക്ക് ആ 6 വന്നു, x2ൻ്റെ താഴേക്ക് നമ്മുടെ 7ഉം പോയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐഗൺ വെക്ടർ കിട്ടി. therefore ഐഗൺ വെക്ടർ ക്യാപിറ്റൽ x1 ഇസ് ഈക്വൽ ടു x1ൻ്റെ താഴെയുള്ള ആൾ ആദ്യം എഴുതി, x2ൻ്റെ താഴെയുള്ള ആൾ അടുത്ത് എഴുതി, അടുത്ത x3യുടെ താഴെ വരേണ്ടത് എന്തുവാണ്? x3യുടെ താഴെ വരേണ്ടത് നമുക്ക് 0 ആണ്. ഓക്കെ, ഐഗൺ വെക്ടർ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഐഗൺ വെക്ടർ കിട്ടിയില്ലേ. ഇനി അടുത്ത ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും ലാംഡ ഈക്വൽ ടു -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വേണ്ട, എന്തുകൊണ്ടാണ്? കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു ലാംഡ റിപ്പീറ്റിംഗ് ആണ്. തന്നിരിക്കുന്നതിനകത്തുള്ള എല്ലാ ഇക്വേഷൻസ് എല്ലാ റോയും സെയിമും ആണെങ്കിൽ ഓരോരുത്തർക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓരോ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് എന്താണ്? നമ്മൾ അടുത്ത ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ പുട്ട് x2 ഇസ് ഈക്വൽ ടു 0. x2ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായി മാറും? 7x1 x2 0 ആയിപ്പോയി. അപ്പോൾ പ്ലസ് 5x3 ഇസ് ഈക്വൽ ടു 0 എന്നായി. ദറ്റ് ഈസ് 7x1 ഇസ് ഈക്വൽ ടു -5x3. ഓർ x1ൻ്റെ താഴേക്ക് -5 വന്നു, x3യുടെ താഴേക്ക് 7 വന്നു. therefore ഐഗൺ വെക്ടർ x2 ഇസ് ഈക്വൽ ടു x1ൻ്റെ താഴെ -5, x2ൻ്റെ താഴെ 0, x3യുടെ നേരെ 7. ഇവിടെ ഒന്നും കോമൺ ഫാക്ടർ വേറെ ഇല്ല കേട്ടോ. 1 മാത്രമേ കോമൺ ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത്. അടുത്ത ഇനി നമുക്ക് ലാംഡയ്ക്ക് എന്തുവാണ്? അടുത്ത വാല്യൂ -1 ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? വേറൊരാൾക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പുട്ട് x3 ഇസ് ഈക്വൽ ടു 0. x3ക്ക് 0 കൊടുക്കുവാണ്. അപ്പം x3 ആദ്യം കൊടുത്തില്ലേ, അപ്പോൾ x2. ഇനി അടുത്ത് ബാക്കിയുള്ള ആൾ x1ന് 0 കൊടുക്കുവാണ്. അപ്പോൾ x1ന് 0 കൊടുക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായി മാറും? -6x2 പ്ലസ് 5x3 ഈസ് ഈക്വൽ ടു 0 എന്നാവും. ദറ്റ് ഈസ് -6x2 ഈസ് ഈക്വൽ ടു -5x3. രണ്ട് സൈഡിൽ നിന്ന് നെഗറ്റീവ് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി കോയിഫിഷ്യൻസിന് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം x3 ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 5 ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. x3 അല്ല, x2 ബൈ 5 ഇവിടെ വരുന്നുണ്ട്. x3യുടെ താഴേക്ക് എന്താ വരുന്നത്? 6 ആണ് താഴേക്ക് വരുന്നത്. therefore the third ഐഗൺ വെക്ടർ x3 is equal to x1 നമ്മൾ കൊടുത്തത് 0 ആണ്, x2ൻ്റെ വാല്യൂ 5 ആണ്, x3യുടെ വാല്യൂ 6 ആണ്. ഓക്കെ,
ചില ടെസ്റ്റിൽ ഇങ്ങനെ ആയിരിക്കില്ല ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തുവാ ഈ തന്നിരിക്കുന്ന ആൾക്കാരെ ഇക്വേഷനായിട്ട് എടുത്തിട്ട് നമ്മൾ സാധാരണ സിസ്റ്റം ഓഫ് ഇക്വേഷൻ വരുമ്പോൾ സോൾവ് ചെയ്യുന്നത് പോലെ റാങ്കും നമ്പർ ഓഫ് ഇക്വേഷനും ഡിഫറെൻ്റ് ആയത് കാരണം നമ്മൾ ടിക്ക് x3ക്ക് ഒരാൾക്ക് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷനായിട്ട് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പം ഇതിനെ ഇക്വേഷനായിട്ട് എടുക്കുമ്പോൾ ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ റാങ്ക് ഫൈൻഡ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യത്തില്ല. അങ്ങനെ സോൾവ് ചെയ്തായിരിക്കും ആൻസർ വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയാണ് കോളേജ് പഠിപ്പിച്ചത്, അതാണ് ഈസി എന്ന് തോന്നുമെങ്കിൽ അത് ചെയ്യാം. എനിക്കിത് കുറച്ചുകൂടി പെട്ടെന്ന് ആൻസർ കിട്ടുമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പം മെയിനായിട്ട് 2 കാര്യങ്ങൾ പഠിച്ചത് എന്തൊക്കെയാണ്? ലാംഡയുടെ വാല്യൂ റിപ്പീറ്റിംഗ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. ലാംഡയുടെ വാല്യൂ റിപ്പീറ്റിംഗ് എന്തോ ആയിക്കോട്ടെ, നമുക്ക് ലാംഡയുടെ വാല്യൂ കൊടുക്കുന്ന മെട്രിക്സിനകത്ത് ഡിഫറൻ്റ് ആയിട്ട് 2 റോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ റോ എടുക്കുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലാംഡയുടെ വാല്യൂ കൊടുക്കുമ്പം എല്ലാവരും സെയിം ആയി പോയാൽ ആ ഇക്വേഷൻ എടുത്ത് എഴുതിയിട്ട് അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കി ഐഗൻ വെക്ടർ നമ്മൾ ഫൈൻഡ് ചെയ്യും. ഇല്ല, ഇപ്പോൾ ലാംഡ റിപ്പീറ്റിംഗ് ആണ്, ഇക്വേഷൻസും സെയിം ആയിട്ടാണ് വരുന്നതെങ്കിൽ, നമ്മൾ ഇക്വേഷൻ മീൻസ് റോയും സെയിം ആയിട്ടാണ് വരുന്നതെങ്കിൽ ഓരോരുത്തർക്കായിട്ട് എത്ര പ്രാവശ്യം ലാംഡ റിപ്പീറ്റ് ചെയ്യണോ അത്രയും പ്രാവശ്യം ഓരോ വേരിയബിളിനും 0 കൊടുത്ത് കറസ്പോണ്ടിങ് ഇതിൽ ചെയ്ത പോലെ ഓരോ ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യും. അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളൊരു പ്രോബ്ലം എന്തുവാണ്? ലാംഡയുടെ വാല്യൂ റിപ്പീറ്റിംഗ് ആണ്, പക്ഷേ ഇവിടെ ഡിഫറെൻറ്റ് വാല്യൂസ് വന്നു, ഇവിടെ ഡിഫറെൻറ്റ് റോസ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുവാണ്? ആ പ്രോബ്ലം നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ലാംഡയുടെ വാല്യൂ എല്ലാം എന്താണ്? റിപ്പീറ്റിംഗ് വരികയും നിങ്ങളുടെ റോ എന്ന് പറയുന്നത് സെയിം വരുന്നില്ല, ഡിഫറെൻറ്റ് റോയും വരുവാണ്. അപ്പോൾ അങ്ങനത്തെ 2 പ്രോബ്ലമാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ 2 വീഡിയോയും ആകുമ്പോഴേക്കും നമുക്ക് ഐഗൻ വെക്ടറിൻ്റെ എല്ലാ കേസും നമ്മൾ കണ്ടു കഴിയും. ഫൈൻഡ് ഐഗൻ വാല്യൂ ആൻഡ് ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പഠിക്കാനുണ്ടോ അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ.